ഞാൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ കാട്ടിലെ പോലെ നാട്ടിൽ ജീവിക്കാൻ. കാട്ടിൽ എന്നാ പ്രത്യേകത? കാട്ടിൽ നമുക്ക് ശുദ്ധമായ വെളിച്ചമാണ്. ആ വെളിച്ചത്തിന് നമുക്ക് മറ്റ് കളറുകളില്ല, മറ്റ് യാതൊന്നും ഇല്ലാത്ത വെളിച്ചമാണ് ശുദ്ധ വെളിച്ചം. ഇലക്ട്രിസിറ്റിയുടെ വെളിച്ചത്തെക്കാളും ക്വാളിറ്റി ഉള്ളതാണ് ശുദ്ധമായ വെളിച്ചം. അത് ഉണരുമ്പോൾ ഉണരും, ഇരുളുമ്പോൾ ഇരുളും. അതുപോലെ തന്നെ ശുദ്ധമായ ജലം. നമ്മൾ കാട്ടിക്കൂടെ ഒഴുകി വരുന്ന തോട്ടിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളമാണ്. രണ്ടാമത്തെ വെള്ളമാണ് തോട്ടുവെള്ളം. മൂന്നാം വെള്ളമാണ് നമ്മൾ കിണർ വെള്ളം. നാലാം വെള്ളമാണ് പശു പോലും കുടിക്കാത്ത പൈപ്പ് വെള്ളം. അപ്പോൾ ശുദ്ധജലം, ഏറ്റവും നല്ല ശുദ്ധജലം കാട്ടരുവിൽ നിന്ന് വരുന്ന ജലമാണ് ഏറ്റവും നല്ല ശുദ്ധം. അത് നമുക്ക് കാട്ടിലേക്ക് കിട്ടുള്ളൂ. അതുപോലെ ശുദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ, പാകമായി പഴുത്ത പഴങ്ങൾ, അല്ലെങ്കിൽ പാകമായ കിഴങ്ങുകൾ, ഇതൊക്കെ കാട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ അത് മായമില്ല, കെമിക്കലില്ല, യാതൊന്നുമില്ല. അതുപോലെ തന്നെ ശുദ്ധമായ വായു, യാതൊരു പൊടിപടലങ്ങളും ഇല്ല. ശുദ്ധമായ വായു, കെമിക്കൽ മരുന്നുകളില്ല, നമ്മുടെ സ്പ്രേയുടെ മണമില്ല, ഒന്നിൻ്റെ മണമില്ല. നമുക്ക് ശുദ്ധമായ വായു എടുക്കുമ്പോൾ ലങ്സിന് ഏറെ സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വളക്കടയിലൊക്കെ അശുദ്ധമായ സ്മെല്ലടിച്ചിട്ട് വളക്കടയിലൊക്കെ വളമെടുത്ത് കൊടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ നാടുമായിട്ട്, നേരത്തെ കാടിനെ കുറിച്ച് പറഞ്ഞു, നാടുമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. നാട്ടിൽ എന്തൊക്കെയാണ്? എല്ലാം മായങ്ങളാണ്. എല്ലാം മായം. ശുദ്ധമായ ജലമില്ല, ശുദ്ധമായ വെളിച്ചമില്ല, എല്ലാം കൃത്രിമമായ വെളിച്ചങ്ങൾ. അതുപോലെ തന്നെ ശുദ്ധമായ വായുവില്ല, ശുദ്ധമായ ഭക്ഷണമില്ല, ശുദ്ധമായതൊന്നുമില്ല. എല്ലാം നമ്മളെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളെ നാട്ടിലുള്ളൂ. കാട്ടിലെ പോലെ നമ്മൾ നാട്ടിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കി നമ്മുടെ സ്വന്തമായ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. നാട്ടിലെ മനുഷ്യരും നാട്ടിലെ മൃഗങ്ങളും അകാലത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. കാട്ടിലെ പോലെ നാട്ടിൽ ജീവിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്.